നീ ഇതുവരെ കണ്ട വേഷങ്ങളൊന്നും ആവില്ല ഇനി അങ്ങോട്ട്. തെക്കോട്ടുള്ളവർ വലിയ നാട്ടുകാരാ. ഒരുപാട് വേഷങ്ങൾ ഉരുവും ഇടുകയും ചെയ്യുന്ന ഏർപ്പാടാടാ. നീ ആപത്തിലൊന്നും ചാടല്ലേ. ആരും അത്രക്കങ്ങ് വിശ്വസിക്കും വേണ്ട. ഈ തണുത്ത അത്താഴം ഇവിടുത്തെ അച്ഛനെ കാണാൻ ഓനും അവകാശമുള്ളല്ലേ? ഓൻ പോട്ടമ്മേ. ഓൻ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നൊന്നും മാറി നിൽക്കട്ടെ. ഇവിടുത്തെ അച്ഛൻ. ഇതാണ് എന്റെ ശാപം, എന്റെ മുടക്ക് ന്യായം. നിങ്ങൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കരയാലോ. ആന്തരികാരും അങ്ങനെ ഒരു തലയിലെഴുത്ത് അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ ഗർഭപാത്രത്തിന്റെ നിറം കറുപ്പായിപ്പോയി. അശുദ്ധം പേർന്ന നിറം. ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള ചോരയുടെ നിറം വെളുപ്പാണെന്നറിയാ. നിർത്ത് അധിക പ്രസംഗി. നിന്റെ അമ്മയെ നീ അവഹേളിക്കുന്ന. നീ ഒന്ന് നിർത്ത്. സത്യം പറയുമ്പോ അവഹേളനം തോന്നുന്നോ? എന്നെ ശപിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി നോക്ക്. ഈ പറഞ്ഞ അവഹേളനം പേടിച്ചിട്ടാ ഞാൻ പകൽ മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങി അഭിനയിക്കുന്നത്. നമ്മളെ പെറ്റേ അമ്മ താണ ജാതിക്കാരിയാ. അങ്ങ് ദൂരെ കുട്ടനാട്ടിലെ കറുത്ത വർഗ. നമ്മുടെ അച്ഛനോ കമ്മ്യൂണിസത്തെ വിറ്റ കാശും കൊണ്ട് ബ്യൂറോക്രാറ്റായ ബ്രാഹ്മണ ശുദ്ധിയും. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? കുറവ് തോന്നുന്നുണ്ടോ? ദാ നോക്ക്, അങ്ങ് വെളുത്ത ലോകത്തേക്ക് ഒരു പാസ്പോർട്ട് എന്ന പോലെ അമ്മയുടെ അച്ഛൻ നമ്പൂരി സമ്മാനിച്ചതാ. ക്ഷമിക്കണം എന്റെ അമ്മേ. സാരില്ലടാ, ചെല്ല് പോയി കുളിച്ചിട്ട് വാ. ഇന്ന് നിന്റെ കറിയാ കാളൻ. കണ്ട അണ്ടനും അടകോടനും ഒക്കെ ജോലി കിട്ടുമ്പോ സഹിക്കാനാവുന്ന ക്ഷമയൊക്കെ മറന്നു പോന്നു. മടുത്തു. വേദനിപ്പിക്കാൻ പറയുന്നല്ല. നിന്റെ ഈ കോലം കണ്ട ആരടന്ന് എനിക്ക് വിശ്വസിച്ച് ജോലി തരിക? ഇപ്പൊ അല്ല ടി വി കാണുന്ന പോലെ അല്ലേ സുന്ദരന്മാരായി വേണം വേഷം കെട്ടാൻ. കൂടെ നിന്റെ മനുഷ്യന് മനസ്സിലാവാത്ത സിദ്ധാന്തങ്ങളും. എനക്ക് പറയണം, പറയാനുള്ളതെല്ലാം പറയണം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേക്ക്. മഹാമനസ്കത വേണം. വിഷം തന്നാലും കുടിക്കണം. തൊണ്ടയിൽ കുടുങ്ങി നൊന്ത് നീറി ജീവിക്കണം. ഇത്തരക്കാരായ ദൈവങ്ങൾ പോലും നമുക്കുണ്ടല്ലോ. പിന്നല്ലേ നമ്മളൊക്കെ ഈയാമ്പാറ്റകൾ. ഈ മൗനം സൃഷ്ടിച്ച ദുശകനം ഞാനാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ അച്ഛൻ വീട് വിട്ടിറങ്ങിയത് എന്റെ വാകേറിയ കരച്ചിൽ കേട്ടതിൽ പിന്നെയാണെന്നും അറിയാം.
പക്ഷെ എന്തിനായിരുന്നു ആ ഒളിച്ചോട്ടം? തെക്കോട്ടുള്ള ഈ യാത്ര ആർക്ക് വേണ്ടിയാണെന്ന് ഇനിയും എനക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടി ആരും യാത്ര ചെയ്യല്ലോ ഉണ്ണി. നീ പോയിട്ട് വരണം. അതെ, ഞാൻ പോയിട്ട് വരണം. ആണായി പിറന്ന ഒളിച്ചോടിയല്ലേ പറ്റൂ. എന്റെ നാരായണുണ്ണി, നീ എന്നെ നോക്ക്. ഞാൻ ഓടി ഈ വേഷത്തിൽ ഒളിക്കും. നീ നിന്റെ വേഷം നീ അറിയാതെ കെട്ടണം. പിന്നെ അങ്ങോട്ട് നിന്റെ മുന്നിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒളിച്ചോട്ടം നടത്തും.